ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. പുതിയ വർഷമാണ്. ഈ 25-ൽ ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഈ വർഷം മുഴുവനും ഇതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയി തന്നെ ഇരിക്കുക. മക്കളെ, നമ്മുടെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു. എല്ലാവർക്കും ഉത്തരക്കടലാസൊക്കെ കിട്ടിയിട്ടുണ്ടാവും. മെജോറിറ്റി കുട്ടികൾക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഏറ്റവും മികച്ച മാർക്ക് തന്നെ എല്ലാ സബ്ജക്റ്റുകളിലും മെയിൻലി നമ്മുടെ ഫിസിക്സിനകത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ഇനി ചില മക്കളുണ്ടാവും, സാറേ എനിക്ക് പ്രതീക്ഷ മാർക്ക് കിട്ടിയില്ല, ഈ പറയുന്ന ഫിസിക്സിൽ ഞാൻ ഉദ്ദേശിച്ച ലെവലിലോട്ട് എനിക്ക് മാർക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല, ഓണപ്പരീക്ഷയെക്കാളും എനിക്കിവിടെ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് സാറേ എന്ന് പറയുന്ന കുട്ടികളും തീർച്ചയായും ഉണ്ടാവും. കാരണം അത്തരം കുറച്ച് കുട്ടികൾ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ കംപ്ലീറ്റ്ലി സമർപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണണം. തുടക്കത്തിലുള്ള അതേ ആവേശത്തോടു കൂടി തന്നെ ഈ വീഡിയോ തീരുന്നത് വരെയും നിങ്ങൾ കാണണം. എങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഉയരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ആദ്യം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാർക്ക് കുറഞ്ഞു പോയ കുട്ടികളോടാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. മക്കളെ, ഈ ക്രിസ്മസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് അല്ല നിങ്ങളുടെ അവസാന വാക്കെന്ന് പറയുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഓരോ സബ്ജക്റ്റുകളിലും മാർക്ക് കുറഞ്ഞ് ക്രിസ്മസ് പരീക്ഷയിൽ പല സബ്ജക്റ്റുകളിലും തോറ്റിരിക്കുന്ന ഒരു നിതിനുണ്ടായിരുന്നു. സോ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ കാര്യം പറയുന്നത്. ഇതല്ല അവസാന വാക്കെന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ ഇനി എന്തുണ്ട്? മോഡൽ എക്സാം ഉണ്ട്. അതിനുശേഷം ഒരു ബോർഡ് എക്സാം കൂടി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഈ ക്രിസ്മസ് പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങളുടെ പാളിച്ചകളും നിങ്ങളുടെ തെറ്റുകളും മനസ്സിലാക്കാനുള്ള ഒരു എക്സാമായി മാത്രം കാണുക. അല്ലാതെ ഇതിനകത്ത് മാർക്ക് പോയാൽ എനിക്ക് കിട്ടാൻ പോകുന്ന A+കളൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരിക്കലും എനിക്ക് ഫുൾ A+ നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന തോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം തന്നെ മാറ്റിവെച്ച് ഈ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക. കാരണം ആ ഒരു അവസ്ഥയിലോട്ട് നിങ്ങളെ തള്ളിയിടാൻ പല പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ്. പാരൻസിലുപരി അവർക്കാണല്ലോ നമ്മുടെ ഫുൾ A+ പറ്റി വലിയ കൺസേൺ ഉള്ളത്. സോ അവർ പലരും പറയും, ഈ പഠിപ്പാണെങ്കിൽ നിനക്കൊരിക്കലും ഫുൾ A+ പോയിട്ട് 4 A+ പോലും കിട്ടൂലടാ, നീയൊക്കെ പൊട്ടോടാ എന്നൊക്കെ പറയുന്ന പല പല റിലേറ്റീവ്സും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള പല ക്ലാസ്മേറ്റ്സ്, ഈവൻ പഠിപ്പികളായ പലരും നമ്മളെ പറയാറുള്ളത്, നിനക്ക് ഇത്ര മാർക്കല്ലേ ഉള്ളൂ, എനിക്ക് നിന്നേക്കാളും മാർക്ക് ഉണ്ടാ, എനിക്ക് A+ ഉണ്ടാ എന്നൊക്കെ പറയുന്ന പല പല സഹപാഠികളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. നമ്മുടെ ടീച്ചേഴ്സ് വരെ ഈ മൊമെന്റിൽ പലപ്പോഴും നമ്മളെ ക്രൂശിക്കാറുണ്ട്. ഇങ്ങനെ പഠിച്ചാൽ നിനക്ക് ഫുൾ A+ നേടിയെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. മക്കളെ, ഇതിനൊക്കെ മറുപടി കൊടുക്കണ്ട. ഇതിനൊക്കെ നല്ല ഉശിരൻ മറുപടി കൊടുക്കണ്ട. കൊടുക്കാൻ പറ്റും, കൊടുത്തിരിക്കും നമ്മൾ. ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. ഈ പറയുന്ന ബോർഡ് എക്സാമിന്റെ മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞ ഓരോരുത്തർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. ഇനി അങ്ങോട്ടുള്ള ഈ 2 മാസം, ജനുവരിയും ഫെബ്രുവരി പകുതിയും, പിന്നെ അങ്ങോട്ട് മോഡൽ എക്സാം വരുമല്ലോ, ഈ 2 മാസം കൃത്യമായിട്ടിരുന്ന് പണിയെടുക്കുക. അല്ലാതെ ദൈവം എനിക്ക് മാർക്ക് തരുമെന്ന് പറഞ്ഞ് ഡെയിലി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തേങ്ങ ഉടച്ചുകൊണ്ട് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. കൃത്യമായിട്ട് പണിയെടുക്കണം. പണിയെടുത്തവന് മാത്രമേ മാർക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. 2 മാസം സാറേ ഞാൻ അങ്ങ് കട്ടയ്ക്ക് പണിയെടുക്കും, ഞാൻ നന്നായി തന്നെ പഠിക്കും, ഒരു പ്രശ്നവുമില്ല, ഇത്ര കാലം ഞാൻ ഉഴപ്പിയതൊക്കെ ഞാൻ അങ്ങ് മാറ്റിവെക്കാൻ പോവുകയാണ്, എന്നെ ഡൈവേർട്ട് ചെയ്യുന്നത് എന്തോ അതൊക്കെ ഞാൻ ഇനി അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പോവുകയാണ്. അത് പലർക്കും പലതും ആവാം. ചിലർക്ക് ഗെയിം ആവാം, ചിലർക്ക് ഇൻസ്റ്റാഗ്രാം ആവാം, ചിലർക്ക് വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആവാം. അതൊക്കെ അങ്ങ് മാറ്റിവെക്കുക. എന്നിട്ട് ഈ 2 മാസം കൃത്യമായിട്ടിരുന്ന് പഠിക്കുക. ഇത്ര സമയം പഠിച്ചാലേ മാർക്ക് കിട്ടത്തുള്ളൂ, വൈകുന്നേരം 10 മണിക്കൂർ പഠിക്കാം, രാവിലെ 5 മണിക്ക് എണീക്കുക, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് എപ്പോഴാണ് കംഫർട്ടബിൾ പഠിക്കാൻ അപ്പിരുന്ന് പഠിച്ചാൽ മതി. 2 മണിക്കൂറേ എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ, അത് പഠിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇത് ആദ്യത്തെ ദിവസം പഠിച്ച് 2ാമത്തെ ദിവസം അത് 1.5 മണിക്കൂറായി, 3ാമത്തെ ദിവസം അത് 1 മണിക്കൂറായി, പിന്നെ പഠിക്കാതിരിക്കരുത്. ആദ്യത്തെ ദിവസം എത്ര സമയം പഠിക്കുന്നുവോ അതിനേക്കാളും 1 മിനിറ്റ് 1 മിനിറ്റ് കൂടുതൽ അടുത്ത ദിവസം നിങ്ങൾ പഠിച്ചിരിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഫിസിക്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 7 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം, അതിലേറ്റവും കൂടുതൽ നിങ്ങളെ കുഴപ്പിക്കുന്നത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടും റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ആയിരിക്കും. കാരണം അവയിലാണ് ന്യൂമറിക്കൽസ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളൊന്നും അല്ല ചോദ്യ പേപ്പർ വരുന്നത്. അത് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ മനസ്സിലാക്കിയ ഒരു പരീക്ഷയായിരുന്നു ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത്. പക്ഷേ അതെല്ലാവർക്കും ആ പ്രശ്നമില്ല. കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ടു പഠിച്ചു മനസ്സിലാക്കിയ കുട്ടികൾക്ക് എല്ലാവർക്കും എളുപ്പമുള്ള പരീക്ഷയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വരെ ഫുൾ മാർക്കിൻ്റെ കുറേ സ്ക്രീൻഷോട്ടുകൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നു. സോ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു പോയി എന്ന കാര്യം ആലോചിക്കുക. അതൊരിക്കലും ആരുടെയും കുറ്റമല്ല, മറിച്ച് നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കാൻ എടുത്ത സമയത്തിൻ്റെ പ്രശ്നമാണ്. കാരണം ഇനിയെങ്കിലും നിങ്ങൾ ആ റിയാലിറ്റി മനസ്സിലാക്കുക. നിങ്ങളെ കൊണ്ട് ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ചെടുക്കാൻ സാധിക്കുമെന്ന ഓവർ കോൺഫിഡൻസിൻ്റെ ഭാരം ഒന്ന് എടുത്തു മാറ്റുക. എന്നിട്ട് ഞാൻ ഇരുന്ന് പഠിക്കും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കപ്പുറം പരമാവധി ചോദ്യങ്ങൾ, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്യും, എനിക്ക് മികച്ച മാർക്ക് നേടിയെടുക്കണം എന്ന കോൺഫിഡൻസ്
കോൺഫിഡൻസിൽ നിങ്ങൾ എല്ലാവരും ഇരിക്കുക. 7 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോടാ ഫിസിക്സിൽ, 7ഉം നിങ്ങൾക്ക് ഞങ്ങൾ സെറ്റാക്കി തരും. ഫിസിക്സിനെ പറ്റി എൻ്റെ മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. എൻഗെയിം ബാച്ചിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, സാർ എനിക്ക് സ്വന്തമായി പഠിച്ചൊന്നും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്കുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ് എൻഗെയിം എന്ന് പറയുന്നത്. ചുമ്മാ തള്ളാൻ വേണ്ടി പറയില്ല, ആത്മാർത്ഥമായി തന്നെ പറയുകയാണ്. കാരണം ഇനി അങ്ങോട്ടുള്ള 1.5 മാസ കാലയളവിൽ ഒന്നേന്ന് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരും. ചുമ്മാ പറയുന്നല്ല മക്കൾ, അതിനകത്തുള്ള എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻസും ഇൻസ്റ്റാൾ ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാ എക്സാംസ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും എൻഗെയിമിനകത്ത് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ ഈ അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഈ മികച്ച മാർക്കിലോട്ട് നേടിയെടുക്കാനുള്ള ആ ഒരു യാത്രയിൽ ഒരു ബൂസ്റ്റർ ഡോസ് പോലെ, ഒരു ബൂസ്റ്റേജ് പോലെയാണ് നിങ്ങൾക്ക് എൻഗെയിം എന്ന് പറയുന്നത്. സോ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. സോ എൻഗെയിമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഇനി നമ്മുടെ മുന്നിൽ സമയമില്ല. ഇനി നാളേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ സമയമില്ല. അത് ഉടനെ തന്നെ നടത്തിയിരിക്കണം. സോ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അല്ല പഠിക്കാൻ പറ്റും, എനിക്ക് എക്സ്റ്റേണൽ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല എന്ന കുട്ടിയാണ് നിങ്ങളെങ്കിലും, അങ്ങനെയും മക്കളുണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നിനെ പറ്റിയും ബോധർ ചെയ്യാതെ കൃത്യമായി നിങ്ങൾ സ്വന്തമായി പഠിച്ച് ഏറ്റവും മികച്ച മാർക്കിലോട്ട് എത്തുക മക്കളെ. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. നിങ്ങളെ തള്ളിപ്പറഞ്ഞവർക്ക് മുന്നിൽ നിങ്ങളുടെ പാരൻസ് തലയുയർത്തി പിടിച്ച് നടക്കാൻ നിങ്ങൾ അവരെ പ്രാപ്തരാക്കി മാറ്റണം. സോ അതിന് മക്കളെ നിങ്ങൾ നന്നായി തന്നെ പഠിക്കുക. സൈലം എന്നും കൂടെയുണ്ട്, ഞങ്ങൾ എന്നും കൂടെയുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.